ഹലോ എവ്രിവൺ, വെൽക്കം ടു സോ ഈസി ക്രിയേഷൻസ്. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സ്വയിങ് പ്രൊജക്ട്സ് കാണാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യൂ. ആദ്യം വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. നമ്മൾ പില്ലോടെ മെഷർമെൻറ്റ് എടുക്കുക, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മെഷർ ചെയ്തിട്ട് ആ പില്ലോടെ സൈസിലുള്ള പീസ് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ഒരു ഫ്രണ്ട് പീസും ഇങ്ങനെ രണ്ട് പീസ് ഇതേപോലത്തെ രണ്ട് ബാക്ക് പീസസും ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം. ഇതോടെ ബാക്ക് പീസ് ഓവർലാപ്പ് ചെയ്ത് വെച്ച് ഒരു സിമ്പിളായ ഓപ്പണിങ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യും. സിപ്പറൊന്നും വെക്കണില്ല, ചുമ്മാ സിമ്പിളായിട്ട്. പിന്നെ വേണ്ടത് നമ്മൾക്ക് ഈ റഫിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ബീഡ് ചെയ്ത് ഒരു 3 ഇഞ്ചസ് വിഡ്ത്തിൽ ഒരു എൻഡിൽ നമ്മൾ ബീഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട്. അതും കൂടി ആവശ്യമുണ്ട് നമ്മൾക്ക് ഈ മൊത്തത്തിൽ ഈ പില്ലോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ചുറ്റും ഇതുപോലെ ബീഡ് ചെയ്ത് ആ റഫിൾ ചെയ്യാൻ വേണ്ടിയുള്ള ആ പീസ് ചുറ്റും ഇതുപോലെ ചുരുക്കി പിടിപ്പിച്ച് കൊടുക്കണം. ഈ കാണുന്നത് ഫ്രണ്ട് പീസാണ് പില്ലോടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ റഫിൾ ചെയ്ത് പിടിപ്പിക്കുക. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾക്ക് ഇനി ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾക്കൊരു പ്രത്യേക സാധനം ആവശ്യമുണ്ട്. ഇതിൻ്റെ പേരാണ് ഗ്യാതറിംഗ് ഫുട്ട്. ഗ്യാതറിംഗ് ഫുട്ടിൻ്റെ താഴെയായിട്ട് നമുക്ക് റഫിൾ ചെയ്യാണ്ട് ക്ലോത്ത് വയ്ക്കുക. അതിനുള്ളിൽ ഒരു സ്ലിറ്റ് കാണാം. ഇങ്ങനൊരു സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിലേക്ക് നമുക്ക് ഏത് പീസിനോടാണോ അറ്റാച്ച് ചെയ്യേണ്ടത് ആ പീസ് എടുത്ത് വയ്ക്കുക. സോയിങ് മെഷീനിൽ ചെല്ലുമ്പോഴേക്കും ഇതാ ചെയ്യേണ്ടത് ശരിക്കും. അപ്പോൾ ഇത് നമ്മൾ തയ്യൽ മെഷീൻ്റെ നോർമൽ പ്രഷർ ഫുട്ട് മാറ്റിയ ശേഷം അറ്റാച്ച് ചെയ്തിട്ട് ഇത് നോർമൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല ഭംഗിയുള്ള റഫിൾസൊക്കെ ഉണ്ടായി വളരെ ഈസി ആയിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ടെസ്റ്റ് പീസിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ താഴെ ഞാൻ റഫിൾ ചെയ്യാനുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇടയിലുള്ള സ്ലിറ്റിലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, സോയിങ് മെഷീൻ്റെ ടെൻഷൻ നല്ലോണം ഹൈ ആക്കി വെക്കണം. പിന്നെ നീഡിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി വെക്കാനും ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റിച്ച് ലെങ്ത് മാക്സിമത്തിൽ വയ്ക്കുക. സ്റ്റിച്ച് ലെങ്ത് നല്ല വലിയ സ്റ്റിച്ച് ലെങ്ത് ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നോർമൽ സ്റ്റിച്ച് അങ്ങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് താഴെയുള്ള പീസ് റഫിൾഡായിട്ടും മേലെയുള്ള പീസ് നോർമലായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് വരും. ഇതുപോലെ നോക്കിയാൽ ഇത്ര ഭംഗിയുണ്ട് ഇത് കാണാൻ. വളരെ ഈസി ആയിട്ടല്ല നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ പില്ലോ കേസിൻ്റെ ഫ്രണ്ട് പീസിൽ ഈ റഫിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ വീഡിയോ. അതിൽ ഞാൻ താഴെ വെച്ചിരിക്കുന്നത് റഫിൾ ചെയ്യാനുള്ള പീസും മേലെ പില്ലോ കേസിൻ്റെ ഫ്രണ്ട് പീസുമാണ് വെച്ചിരിക്കുന്നത്. നല്ല ഈ പില്ലോയുടെ ആ ചുറ്റുഭാഗത്തും അത് റഫിൾസ് നമ്മളിതുപോലെ ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ ഈ ഗ്യാതറിംഗ് ഫുട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് സ്റ്റിച്ച് അങ്ങ് ചെയ്താൽ മതി. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര ഭംഗിയായിട്ടാണ് നോക്കിയ സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ആ കോർണേഴ്സൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ എൻ്റെ എത്തുമ്പോഴേക്കും നമ്മൾ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ്. അതും വെറും സിമ്പിൾ കാര്യമുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് എൻ്റെ ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. അത് ലാസ്റ്റ് വരെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. മറ്റേ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലെത്തുമ്പോഴേക്കും കുറച്ച് എക്സ്ട്രാ താഴെയുള്ള റഫിൾ ചെയ്യാനുള്ള പീസ് മാത്രം കുറച്ച് എക്സ്ട്രാ റഫിൾ ചെയ്തെടുക്കുക. എന്നിട്ട് അറ്റാച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. എത്ര ഭംഗിയായിട്ട് നോക്കി. ഇതിപ്പോൾ ഞാൻ കോർണറിലെത്തി സ്റ്റിച്ച് ചെയ്തിട്ട് കോർണറിലെത്തുമ്പോഴേക്കും നീഡിൽ പൊക്കി തന്നെ വയ്ക്കുക. എടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് പൊക്കി വെച്ച് ടേൺ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. നീഡിൽ പൊക്കി പ്രഷർ ഫുട്ടും പൊക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മളൊന്ന് ആ ടേൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അപ്പോഴും ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലുള്ള ക്ലോത്ത് സ്ലിറ്റിൽ ഉള്ളിൽ തന്നെ വേണം, താഴെയുള്ള ക്ലോത്ത് പ്രഷർ ഫുട്ടിൻ്റെ താഴെയായിട്ടും വെക്കണം. അത് മാത്രം ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ താഴെ ഒരു ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ടേൺ ചെയ്തത്. പിന്നെ അത് സെക്യൂറാക്കി വെക്കാൻ വേണ്ടി ഒരു പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ആ റഫിൾസ് ഇടയിൽ പെട്ട് ഒരു ഭംഗികേട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സാറ്റിൻ ക്ലോത്താണ്. സാറ്റിൻ ക്ലോത്തിൽ ചെയ്യുമ്പോൾ കുറേ നൂലുകൾ ഇടയിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ നൂല് പോയിട്ട് സ്റ്റിച്ച് ചെയ്യണ നൂലിൽ കയറി പിടിച്ചിട്ട് ആ നൂല് പൊട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കെയർഫുള്ളായിരിക്കണം. അതൊന്നില്ലെങ്കിൽ ആ എൻഡ് ഫിനിഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിഗ്സാഗ് വെച്ചിട്ട് ആ എൻഡ്സൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ബിഗിനേഴ്സിന് ഈ പ്രോജക്റ്റ് സാറ്റിൻ വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ എൻഡ്സ് ഫിനിഷ് ചെയ്യണത് നല്ലതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷിങ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് ഇനി അത് 2 റഫിൾസും കൂടി ഓവർലാപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓൾറെഡി ഫ്രണ്ട് പീസിൽ ചുറ്റും നമ്മൾ റഫിൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ ആ ബാക്ക് പീസ് രണ്ടും എൻഡ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഈ റഫിൾസൊക്കെ എത്ര ഭംഗിയായിട്ടാണ്. ഈ ഭാഗത്താണ് ഞാൻ ഓവർലാപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞ സ്ഥലം. ഇനി ആ ഫ്രിൽസൊക്കെ അകത്തേക്ക് ആക്കിയിട്ട് കണ്ട അകത്തേക്ക് ആക്കിയ ശേഷം അതിൻ്റെ ഇപ്പോൾ നല്ല വശമാണ് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നല്ല വശവും അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡും കൂടി ചേർത്ത് ഒരുമിച്ച് വെച്ച് പിൻ ചെയ്യുക. ഫസ്റ്റ് പിൻ ചെയ്ത ശേഷം നേരെ എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പില്ലോ കേസ് റെഡിയായി. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ ഓവർലാപ്പ് ചെയ്തപ്പോൾ എക്സ്ട്രാ ആയിരുന്ന ആ പീസസ് ഞാൻ കട്ട് ചെയ്ത ശേഷം ആണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് പീസ് അതിൻ്റെ മേലെ വയ്ക്കുക, കറക്റ്റ് സൈസിൻ്റെ നേരെ വയ്ക്കുക. എൻഡ് ഫിനിഷ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, നോർമൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ പിൻ ചെയ്ത ശേഷമാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ട് തയ്ക്കാൻ, അല്ലെങ്കിൽ അത് സ്ലിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോർണേഴ്സ് എത്തുമ്പോൾ ടേൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് റഫിൾസ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടില്ലേ. ഈ റഫ്ലർ ഫുട്ട് അല്ലെങ്കിൽ ഇത് ഗാദറിങ് ഫുട്ട് അത് യൂസ് ചെയ്ത് കാരണം ഈ പില്ലോ കേസ് വളരെ എളുപ്പത്തിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി. സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ചിട്ടുള്ള സാറ്റിൻ പില്ലോ കേസ് സ്പെഷ്യലി യൂസ്ഫുള്ളാണ്. കാരണം മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഈ സാറ്റിൻ പില്ലോ കേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലിന് കുറച്ച് നല്ല ഒരു കുറവ് കിട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ എന്തെല്ലാം ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ സീമെല്ലാം നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത ശേഷം ജിഗ്സാഗ് ഫുട്ട് വെച്ചിട്ട് ഫുട്ടല്ല അല്ല ഓൾറെഡി നമ്മൾ സോയിങ് മെഷീനിലുണ്ടാവും ജിഗ്സാഗ് സ്റ്റിച്ച്, അത് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ ആ നൂലൊന്നും അങ്ങനെ പൊങ്ങി വയ്ക്കണം, അങ്ങനെ ഭംഗിക്കേടൊന്നും ഉണ്ടാവില്ല. അകത്തും അതേപോലെ ഭംഗി ഉണ്ടാകും കാണാൻ.
ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്തേക്ക് പോകുന്ന തയ്യൽ തുമ്പിൻ്റെ ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് സിഗ്സാക്സ് ചെയ്താൽ നല്ല നൂല് പുറത്ത് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും നൂലൊന്നും പുറത്തേക്ക് വരില്ല. കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും. പിന്നെ ബാക്ക് പീസ് ഓവർലാപ്പിങ്ങും ആ പൊസിഷനിൽ നല്ല സ്റ്റിച്ച് 2-3 സ്റ്റിച്ചൊക്കെ എക്സ്ട്രാ ചെയ്തിട്ട് സെക്യൂർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ പില്ലോ അകത്തേക്ക് കയറ്റുമ്പോഴൊക്കെ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല ടൈറ്റായിട്ട് നല്ല ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ടേൺ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ പില്ലോ കേസ്, റഫിൾഡ് സാറ്റിൻ പില്ലോ കേസ്. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് നല്ല സെക്യൂർ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ നല്ല ഭംഗിയുള്ള പില്ലോ കവർ നമുക്ക് റെഡിയായി. എത്ര എളുപ്പത്തിലാണ് നമ്മൾ റെഡിയാക്കിയത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രൈറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ള. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് സൈഡ്. കണ്ടില്ലേ, റഫിൾ ഗ്യാദറിങ് ഫുട്ട് വെച്ചിട്ട് നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് ഫിനിഷ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ഓവർലാപ്പ് ചെയ്ത ഭാഗം. ഓവർലാപ്പ് ചെയ്തപ്പോൾ എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നില്ല, നല്ല ഫിനിഷിങ്ങും കിട്ടി. എത്ര ഭംഗിയാണ്. അങ്ങനെ ഇത് ബീഡ് ചെയ്തിട്ടാണ് ആ എൻഡ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സീം സൈഡെല്ലാം ഞാൻ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓവർലോക്കർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സിഗ്സാഗ് വെച്ച് ഫിനിഷ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി നൂലൊന്നും പുറത്തേക്ക് വരില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഈ ഭാഗം സിഗ്സാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പില്ലോ കേസ് റെഡിയായി. നിങ്ങൾക്ക് എന്തായാലും സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വീണ്ടും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി വിസിറ്റ് ചെയ്യുക സോ ഈസി ക്രിയേഷൻസ്.